ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്കുക. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അവിടെ മഹേഷ് രചനയെ പരിചരിക്കുകയാണ്. അപ്പോൾ ആകാശിനെ വിളിച്ചൊക്കെ നോക്കുന്നു. അപ്പോൾ ആകാശിനെ ആദ്യം എടുക്കുന്നൊന്നുമില്ല. പിന്നീട് ആകാശ് ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ പറയും, നിൻ്റെ കൂടെ താമസിക്കുന്നവൾ ഹോസ്പിറ്റലാണെന്ന് പറയും. അപ്പോൾ തിരിച്ച് ആകാശ് പറയും, ഞാനില്ലാത്ത സമയത്ത് അവളുടെ അടുത്ത് ചെന്നല്ലേ, ഇനി വല്ല അവൾ പ്രഗ്നൻ്റ് ആണോ, നീയാണോ അതിൻ്റെ ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞ് ആകാശ് അങ്ങ് കയർക്കും. അപ്പം മഹേഷ് പറയും, എന്നെ ആദ്യം വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയും. നീ അവളെ തിരിച്ച് വീട്ടിൽ തന്നെ ആക്കണമെന്ന് ആകാശ് മേനോൻ പറയും. അപ്പോൾ മഹേഷ് പറയും, നീ പറഞ്ഞ ഇപ്പോൾ കേൾക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങനെ നിൽക്കും. പിന്നീട് ആദ്യം സ്കൂളിലൊക്കെ വിട്ട്, അപ്പോഴും ഈ നമ്മുടെ ഇഷിതയ്ക്ക് ഒരു ഡൗട്ടുണ്ട്, ഇവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഇഷിതയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ എല്ലാവരും ആദ്യം സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആകാശ് മേനോൻ്റെ കോൾ വരുന്നു. ഒരു വെൽവിഷറാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇഷിതയെ വിളിക്കുന്നത്. അങ്ങനെ ഇഷിതയെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ ഭർത്താവ് ഇപ്പം നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ കൂടെയാണ്, അവൾ വല്ല പ്രഗ്നൻ്റോ ആണോ, ഇനി അബോർഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇഷിതയോട് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലാവും, മഹേഷ് എന്നിൽ എന്തോ മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അയാൾ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും എന്ന് പറയും. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തുന്ന സമയത്ത് ആദ്യം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ആദ്യം അപ്പം നമ്മുടെ ഇഷിത പറയും, ഞാൻ രചനയെ വിളിച്ച് പറയാമെന്ന് പറയും. അപ്പോൾ ആദ്യം പറയും, വേണ്ട അത് പറയണ്ട എന്ന് പറയും. അപ്പം ഇഷിത ചോദിക്കുക, അതെന്താണെന്ന് ചോദിക്കുക. അല്ല ഇഷിതാമ്മേ, എൻ്റെ മമ്മിക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയും. എന്നാൽ ഞാൻ പറയുന്നില്ല. അങ്ങനെ അകത്തേക്ക് പോകും. പിന്നീട് നമ്മുടെ മഹേഷ് ആശുപത്രിയിൽ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി എത്തുകയാണ്. അപ്പം ഇഷിത ചോദിക്കും, ഇൻവെസ്റ്റേഴ്സ് പോയില്ലല്ലോ, ഇന്നെന്താ വന്നേന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, നിന്നോട് ആരാ പറഞ്ഞ ഇൻവെസ്റ്റർ പോയില്ല എന്നൊക്കെ. ഇത് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് ഇഷിത പറയും, ആ ഇൻവെസ്റ്റർ നിങ്ങളുടെ ആദ്യ ഭാര്യയായിരുന്നു, അവർക്ക് ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കും. അപ്പം മഹേഷ് ഞെട്ടിപ്പോകും. കാരണം ഇഷിത എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇഷിത പറയും, ആദ്യം അവൻ്റെ അമ്മയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ സഹായത്തിനായി മഹേഷ് വിളിച്ചു, മഹേഷ് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂട്ടിരുന്നു, ഇതല്ലേ സംഭവിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ മഹേഷ് പറയും, അതേന്ന് പറയും. അപ്പോൾ പറയും, എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പം മഹേഷ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷിതയുടെ വീട്ടിലും അറിയുന്നു. അപ്പോൾ ഇഷിതയുടെ അച്ഛൻ പറയുന്നു, മഹേഷും രചനയും തമ്മിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യും. അതേ സമയത്ത് നമ്മുടെ ഇഷിത മഹേഷിനോട് പറയും, മഹേഷ് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, അങ്ങനെ ഒരു ഇത് കേട്ടാൽ തകരുന്ന ബന്ധമല്ല നമ്മളോട്, അതായത് എനിക്ക് മഹേഷിനോടുള്ള ഇഷ്ടം അത്രയും ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ മഹേഷിന് ഭയങ്കര എന്താ പറയുക, അവളോട് പ്രൗഡ് തോന്നുന്ന ഒരു ഇതായിട്ട് തോന്നുകയാണ്. കാരണം ഇഷിത അത്രയും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാവുന്നു. രചനയാണെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, കാരണം ആകാശത്തുന്നില്ല. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അതിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.